ഹലോ ഗൈസ്, അപ്പോൾ എൻ്റെ ഒരുപാട് പേര് എന്നോട് വ്ളോഗ് ഇടാൻ പറയുന്നുണ്ട്. എനിക്ക് വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, വീട്ടിലായതുകൊണ്ട് വേറെ പരിപാടി ഇല്ലാത്തതുകൊണ്ട് ഇടാത്തത്. രാവിലെ തന്നെ എൻ്റെ ബോഡി എല്ലാം ചെക്ക് ചെയ്ത് രാവിലത്തെ മീല് ഞാനായിരുന്നു കുറുക്കാണ് കഴിച്ചത്. പിന്നെ എനിക്ക് ഇന്ന് പുറത്തോട്ട് പോകണം, കുറച്ച് പരിപാടികളുണ്ട്, അത് എനിക്ക് സ്റ്റഡ് മാറ്റണം. അങ്ങനെ ആദ്യം തന്നെ സ്റ്റഡ് പോയി മാറ്റി എൻ്റെ ചെവിയിൽ അമ്മ സ്റ്റഡ് ഇട്ടു. പിന്നെ അമ്മയ്ക്ക് കുറച്ച് പരിപാടികളുണ്ട്, എൻ്റെ വണ്ടിക്കും കുറച്ച് പണികളുണ്ട്. അപ്പോൾ അമ്മയെ കൊണ്ട് ചന്തയായിട്ട് നമ്മൾ നേരെ വണ്ടി കൊണ്ട് ശരിയാക്കാൻ പോയി. വണ്ടിക്ക് വേറെ പ്രശ്നമെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, എൻ്റെ വണ്ടിയുടെ ടാങ്കിൻ്റെ അവസ്ഥ നിങ്ങൾ കണ്ടല്ലോ ഗൂസ്. 2 വർഷം കൊണ്ട് ടാങ്കിൻ്റെ കവർ ഇറങ്ങണം. അതേപോലെ തന്നെ എൻ്റെ സീൻ്റെ കവറും കയറിയിട്ടുണ്ട്. അങ്ങനെ ടാങ്കിൻ്റെ കവറും സീൻ്റെ കവറും പുതിയത് 2 വാങ്ങിച്ചു. ഏകദേശം 450 രൂപ അടുപ്പിച്ചായി. പിന്നെ 1 മണിക്കൂറോളം ഞാൻ കാത്തു നിന്നായിരുന്നു, കാരണം നല്ല തിരക്കുണ്ട്, നമ്മൾ പോത്തങ്കോടാണ്. അപ്പോൾ അതിന് വേണ്ടി കാത്തിരുന്നു. പിന്നെ അതാ ഒരു ചേട്ടൻ വന്നപ്പോൾ ശരിയാക്കാൻ വേണ്ടി വന്നു. അങ്ങനെ ഇതെല്ലാം ശരിയാക്കിയത് അതിന്റെ അവസ്ഥ കണ്ടോ ഗൂസ്. വണ്ടിയുടെ സീറ്റ് കവറും ടാങ്ക് കവറും എല്ലാം സെറ്റ് ചെയ്ത ശേഷം നേരെ നമ്മൾ പൊല്യൂഷൻ ടെസ്റ്റ് ചെയ്യാൻ പോയി. വേറെ ഒന്നുമല്ല, പൊല്യൂഷൻ ടെസ്റ്റ് നമുക്ക് തീർന്ന ഉടൻ തന്നെ അന്ന് തന്നെ പോയി ശരിയാക്കി. ഇല്ലെങ്കിൽ പണിയാണ് ഗൂസ്, നമുക്ക് ഫൈൻ കിട്ടും എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ. അതേപോലെ വണ്ടിക്ക് മൊത്തം ചെളിയായി നല്ല പടായിരിക്കും, കാരണം നല്ല മഴയാണ്. എത്ര കഴിയാലും പിറ്റേ ദിവസം മഴയാണ്. അങ്ങനെ ഒരു 4-5 ദിവസം ഞാൻ കഴിവായിരുന്നുള്ള അവസ്ഥയാണ് ഇത് ഗൂസ്. വണ്ടി കഴുകി തുടങ്ങി ഏകദേശം 2-2.5 മണിക്കൂറോളം നീണ്ടിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ശരീരത്തിലെ ഞരമ്പുകളൊക്കെ തെളിഞ്ഞു തുടങ്ങി, പമ്പായി തുടങ്ങി ഗൂസ്. അപ്പോൾ നല്ല രീതിക്ക് കഴിവിട്ട് അത് കഴിഞ്ഞ് കുറച്ച് ഉണക്കാണ്ട് ഒരു മെഷീൻ വിട്ട് മൊത്തം അകത്തുള്ള വെള്ളം എല്ലാം അല്ലെങ്കിൽ ഒയറൊക്കെ കംപ്ലൈന്റ്. അപ്പോൾ നല്ല രീതിക്ക് ഉണക്കി എൻ്റെ ഫൈനൽ ലുക്കാണ്. ഇപ്പോഴാണ് സമാധാനമായി ഗൂസ്. ഇന്നത്തെ മീൽ പ്രിപ്പയർ ചെയ്യണം. ഞാൻ മസാലാസ് എല്ലാം വെറുതെ ഒരു 30 മിനിറ്റ് മാഗ്നേറ്റ് ചെയ്യാൻ വെച്ചാൽ അത് കഴിഞ്ഞ് അമ്മയാണ് എനിക്കൊന്ന് ചിക്കൻ ഉണ്ടാക്കണം. ഓയിലൊന്നും ഇല്ലാതെ ഒന്ന് പെരട്ടി ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി. അങ്ങനെ അതെല്ലാം ചെയ്ത ശേഷം ഞാൻ ഒരു 6 എഗ്ഗ് ഞാൻ ഫുൾ എഗ്ഗ് ഞാൻ മൊത്തത്തിൽ ഓംപ്ലേറ്റ് അടിച്ചു. ഓംപ്ലേറ്റ് എന്ന് പറയുന്നത് പോപ്കോൺ രീതിയിലാക്കി, കാരണം കഴിച്ച് മടുത്തുണ്ട്. അങ്ങനെ ഈ ഉച്ചത്തെ മീലും കംപ്ലീറ്റ്. അമ്മയ്ക്ക് വൈകിട്ട് റേഷൻ കടയിൽ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ റേഷൻ കടയിൽ പോയിട്ട് അമ്മയ്ക്ക് ഷാർജ കുടിക്കണമെന്ന് പറഞ്ഞു. ഷാർജയും കുടിച്ചു. ഞാൻ കുടിച്ചില്ല, കാരണം ഷുഗർ കട്ടാണ്, പുറത്തുനിന്ന് അധികം അങ്ങ് കഴിക്കില്ല. അങ്ങനെ ഹോൾസൈഡൊക്കെ ഇറക്കി എനിക്ക് കുറച്ച് കപ്പലിനെയും കുറച്ച് മുട്ടയും മേടിക്കണം. അങ്ങനെ അതെല്ലാം മേടിച്ചിട്ട് നേരെ ജിമ്മിൽ. ഇപ്പോൾ അങ്ങനെ തിരക്കായതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല. അങ്ങനെ വന്നോണ്ട് തന്നെ 3 മുട്ട മുസാമ്പിയും കഴിച്ച് അച്ഛനോട് അമ്മയോട് സംസാരിച്ച ശേഷം രാത്രി കിടന്നുറങ്ങി. ഓക്കെ, ബൈ.